തിരിച്ച് നല്ല സ്ഥലമൊക്കെ പോയിട്ടായിരുന്നു. ബാക്കോട്ടൊന്നും നോക്കാനൊന്നും കഴിയില്ലേ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് കണ്ണൂരിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ടിലേക്ക് പോയാലോ? ഈ കാണുന്നത് നമ്മുടെ കണ്ണൂരിൻ്റെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള സ്പോട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും. അതെ, 500 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള, അതായത് 1505 പോർച്ചുഗീസുകാർ നിർമ്മിച്ച നമ്മുടെ കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ ഫോർട്ട്. കൂടുതൽ ഹിസ്റ്ററി ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയി പറയുന്നില്ല. നമുക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് പോകാം. ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കണ്ണൂർ ആയിക്കര ഹാർബറിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു, അതായത് കണ്ണൂർ ഫോർട്ടിൻ്റെ ബിസൈഡ് ഒരു ഹിഡൻ റോഡുണ്ട്. അതിലൂടെയാണ് ഈ ഒരു സ്പോട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. ഈ ഒരു സ്പോട്ട് ബെസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് ഇവിടെ എത്തണം. അതുപോലെ തന്നെ ആ എൻഡിങ് പോയിന്റ്, അതൊരു രക്ഷയില്ലാത്ത വൈബ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ വരുന്ന സമയത്ത് അതിൻ്റെ എൻട്രൻസിൽ നല്ലൊരു അടിപൊളി ഒരു ആൺമയിലിനെ കണ്ടു. അത് really വിടർത്തുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടിലായതുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്ത് പോയാൽ വിടർത്തിയാൽ കൊള്ളായിരിക്കുമല്ലോ ആ വീഡിയോ, അതിനു വേണ്ടിയാണ് പോയത്. ബട്ട് ഞാൻ പോകുമ്പോഴത്തേക്ക് അത് ചാടിപ്പോയി. ഗൈസ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. നോക്ക് ഗൈസ്, നിങ്ങൾക്ക് കണ്ണൂരിലെ അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന സ്പോട്ട് ഏതാണെന്നറിയാമോ? നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇവിടെയാണ് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ബട്ടറും ജാമും ഒന്നിച്ച് മിക്സ് ചെയ്ത് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഓൾമോസ്റ്റ് മെയിൻ കോഴ്സ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസേർട്ടിലേക്ക് പോകാം. ഡെസേർട്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയതുകൊണ്ടുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്. അവൈലബിൾ ആയിട്ടുള്ള പുഡിങ്ങും കട്ട് ഫ്രൂട്ടും കുക്കീസും പിന്നെ 2 ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു, ചോക്കോസ് ആൻഡ് കോൺഫ്ലെക്സ്. എനിക്ക് ചോക്കോസ് ആണ് കോമ്പിനേഷൻസ്, ഞാനത് ചൂസ് ചെയ്തു. ദെൻ ഇതൊക്കെ ഫിനിഷ് ചെയ്തു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ബൈ, ടാറ്റാ.